പിടിച്ചു കുത്തും. അത്രയുള്ളൂ. എന്താ അയ്യോ എന്താണ് ഹെഡ്സെറ്റാണ്. നമ്മൾ നിർത്തിട്ട വണ്ടി കയറിയാണ്. അതെവിടുത്തെ പറയുന്നില്ല. നമ്മളൊന്നും ആർക്കൊരു ബഹുമാനമില്ല. ആദ്യം നമ്മൾ നിർത്തിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് വേണം കേട്ടോ. ഡ്രിഫ്റ്റിംഗ് ആൻഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അങ്ങനെ പറയുന്നില്ല. നമുക്ക് എന്തായാലും നേരെ പോയി ഗെയിം സേവ് ചെയ്യാം. യെസ്, നമ്മളങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇല്ല. നമുക്ക് ഈ വണ്ടി കൊണ്ടുപോയി നന്നാക്കാം. പയ്യെ പോറായും ഇപ്പൊ പടാവും. ഓക്കെ, ശേഷം നമ്മുടെ ടാക്സി ഡ്രൈവർ ആവേണ്ട തകിടം മറിഞ്ഞു. സീജയൊക്കെ വിഷമിച്ച ആൾക്കാരൊക്കെ നോക്കാണ്. എന്താ സീജയുടെ ജിമ്മിൽ പോയാലോ ഞാൻ ആലോചിക്കുന്നത്. അത് നൈസിലൊന്ന് ജിമ്മിലോട്ട് വണ്ടിവിടാം. വണ്ടി ഇടാം. വണ്ടി എടുക്കല്ലോ. അതിന് എടുത്തല്ല. അപ്പത്തേക്ക് നമ്പർ ഏതാലേ വണ്ടി ക്വാളിറ്റി ചെയ്യാണ്. ഓക്കെ, നമ്മൾ അടിച്ചാക്കിയിട്ടുണ്ട്.
കളിക്കാൻ പറ്റുള്ളൂ. ആ ദിവസത്തിൽ ഞാൻ അവനെ പിടിച്ച് കുത്തി ചത്തുപോയി. പക്ഷെ ഇപ്പോഴും അവിടെ നിങ്ങളോ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. ഞാൻ മസിൽ ഉണ്ടാക്കാൻ എനിക്ക് വേണം. ഓ തൽക്കാലം ഇത്ര മതി. സീസ ഒരുപാട് മുക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത് മതി ഇല്ലടാ. ഓ അമ്മേ 3 എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ വേർത്ത് 110. ഓക്കെ ഡംബിൾസ് നമ്മളെടുക്കുന്നു. എന്ത് ചെയ്യാന്നുള്ള സീസ ഞാൻ എന്ത് പണിയാന്നവന് ബെന്നിനിട്ട് മഴയും നടക്കുന്ന അവനാണ് ഇത്രയും വലിയ പണി കൊടുത്തത്. ഓ ഗൈസ് ഇത് മുക്കുന്ന സൗണ്ട് ഇതാണ് നമ്മൾ കേൾക്കുന്നു. അധികം മുക്കണ്ട മതി. ഒന്ന് വേഗം ചെറുക്കാം. അവൻ്റെ ഒരു എക്സസൈസ് ഉണ്ടാവുന്നുണ്ട്. അയ്യോ എന്താ ഫൈറ്റ് ഉണ്ടോ? യെസ് ബ്രോ. എന്താ ഞാൻ കളിക്കുമ്പോൾ ഓ സോറി ആളാന്ന് കേട്ടോ. തൂക്കം എത്രയുള്ളൂ പറയാം. എന്താ ഈ രണ്ടാളും കൂടി ഇനി എന്നെ അടിക്കാൻ വരും. എന്താ അത്രയുള്ളൂ ബാക്കി അത്രയുള്ളൂ എന്നെ അടിക്കല്ല പറഞ്ഞത്. നീ അവരെ അത്രയുള്ളൂ അല്ല പിന്നെ ഇവരൊക്കെ അത്രയുള്ളൂ ഇവനെന്താ അപ്പോഴും ചത്ര. ഇവൻ മറ്റേ മാർക്കോ സിനിമയിൽ മാർക്കോ വരെ അടിച്ചിട്ടും എനിക്ക് വേണമെന്ന് പറയുന്നില്ലേ. അതേപോലെ ഒരു ക്യാരക്ടറാണ്. എന്താ അവനടിക്കാനല്ല ഞാൻ പറഞ്ഞേ, ഇവനായി കുത്താനാ പറഞ്ഞേ. അവരൊക്കെ അല്ല പിന്നെ സീജയ്ക്ക് ദേഷ്യം പിടിച്ച ഇതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഡ്രൈവർ ആവാനുള്ള സ്വപ്നം